മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. എല്ലാവർക്കും നമസ്കാരം. ഒരു മഹാത്മാവിൻ്റെ ജയന്തി സുദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സത്സംഗത്തിൽ സംബന്ധിക്കാൻ സാധിക്കുന്നത് ഗുരുനാഥൻ്റെ ഇച്ഛയും അനുഗ്രഹവുമായി ഞാൻ കരുതുന്നു. ഈ വേദിയിൽ ഏതെങ്കിലും ഒരു വിഷയം സംസാരിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടോയെന്ന് എനിക്കിപ്പോൾ സംശയമാണ്. എങ്കിലും ഭർതൃഹരിയുടെ ഒരു വാക്ക് എനിക്കൊരു ധൈര്യം തരികയാണ്. ഭർതൃഹരി നമുക്കൊരു ഉറപ്പ് തരുന്നുണ്ട്. ആജ്ഞ സുഖമാരാധ്യ, സുഖതരമാരാധ്യതയെ വിശേഷജ്ഞ, ജ്ഞാനലവ ദുർവിദഗ്ധം ബ്രഹ്മാപി നരം നരഞ്ജയതി. ഒന്നും അറിയാത്തൊരാളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ധരിപ്പിക്കാം. ഇതാണ് ഇതുവരെയുള്ള എൻ്റെ പ്രസംഗങ്ങളൊക്കെ. ഊമരിൽ കൊഞ്ഞൻ സർവജ്ഞൻ. അടുത്ത വരിയിൽ അദ്ദേഹം പറഞ്ഞു, സുഖതരമാരാധ്യതയെ വിശേഷജ്ഞ. എല്ലാം അറിയുന്നവരെ എന്തെങ്കിലും പറഞ്ഞ് ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. സുഖതരം. ഇനി വേറെ ചിലരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. ജ്ഞാനലവ ദുർവിദഗ്ധം. എന്തോ സ്വല്പം കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് അതാണ് ശരിയെന്ന് ശഠിക്കുന്നവർ. അബദ്ധം വാ സുബദ്ധം വാ കുന്തിപുത്രോ വിനായക. അവരെ ബ്രഹ്മാപി നരം നരഞ്ജയതി. ജ്ഞാനദേവതയുടെ അധീശനായ പതിയായ ബ്രഹ്മാവിന് പോലും അവരെ എന്തെങ്കിലും പറഞ്ഞ് ധരിപ്പിക്കാൻ പ്രയാസമാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്നവരൊക്കെ വിശേഷജ്ഞന്മാരാണ് എൻ്റെ ദൃഷ്ടിയിലും അറിവിലും അനുഭവത്തിലും. അപ്പോൾ സുഖതരമാരാധ്യത, ഇതുപോലുള്ളൊരു സത്സംഗം നടക്കുമ്പോൾ നാം അവശ്യം ചിന്തിച്ചിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞു ഞാൻ സംസ്കൃത അധ്യാപകനാണെന്ന്. 30 കൊല്ലത്തോളം കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കലായിരുന്നു. ഇപ്പോഴും കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുകയാണ്. ഏതൊരു കാര്യത്തിലും പ്രാരംഭത്തിൽ 4 വസ്തുതകൾ ചിന്തിച്ചിരിക്കണം എന്നുണ്ട്. അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം. ഇതുപോലുള്ള സത്സംഗങ്ങൾക്കും സബര്യകൾക്കും ആരാണ് അധികാരി? ക്ഷേത്രാധിഷ്ഠിതമായി നടക്കുന്ന, അധികവും അങ്ങനെയാണല്ലോ, ഇതുപോലുള്ള ജ്ഞാനയജ്ഞങ്ങൾ എന്ന് വച്ചാൽ എന്താണ്? വിഷയം.
ഇതിനും നമുക്കും തമ്മിലുള്ള ബന്ധമെന്താണ്? സർവോപരി വളരെയധികം സമയവും സമ്പത്തും ശ്രമവും എല്ലാം വിനിയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഇതുപോലുള്ള വിഷയങ്ങളുടെ കാര്യങ്ങളുടെ പ്രയോജനമെന്താണ്? അധികാരി നമുക്കൊക്കെ അറിയാം, എന്നാലും ഒന്നും കൂടെ ഉറപ്പിക്കണ്ടേ. ഹിന്ദുക്കളാണ് ഇത്തരം സാധനകളുടെ അധികാരികളായിട്ടുള്ളത്. ആരാണ് ഹിന്ദു? ഇത് ചോദിച്ചാൽ ഹിന്ദുക്കളായി അറിയപ്പെടുന്ന പലരും അതിന് മറുപടി പറയാൻ സന്ദേഹിക്കുന്ന ഒരു കാലമാണിപ്പോൾ. പല നിർവചനങ്ങളും നമുക്കുണ്ടാക്കി പറയാം. സ്വാനുഭവത്തിൽ നിലനിൽക്കുന്നതാണോ അതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും സാമാന്യമായിട്ട് നമുക്ക് ഒരു കാര്യം ധരിക്കാം, അല്ലെങ്കിൽ ധരിക്കണം. സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ അല്ലെങ്കിൽ നയിക്കേണ്ടവരാണ് ഹിന്ദുക്കൾ. ഇപ്പം സനാതനം എന്ന് കേൾക്കുമ്പോൾ തന്നെ വിറളി പിടിച്ചു തുടങ്ങും. അതിനെ നശിപ്പിക്കാനാണ് ചില ധൂമകേതുക്കളൊക്കെ ഉദയം ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകിയിട്ടുമുണ്ട്. അത്തരക്കാരെ ധരിപ്പിക്കാനല്ല നമ്മുടെ യത്നം. കാരണം ആചാര്യന്മാർ പറയാറുണ്ട്, അരസികേഷു കവിത്വ നിവേദനം ശിരസി മാലിഖ മാലിഖ മാലിഖ. അരസികന്മാരോട് അതിൻ്റെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഇപ്പം സനാതനധർമ്മം എന്നാൽ എന്താണ്? സനാതനനിൽ നിന്നും ദർശിച്ചതായ ധർമ്മം, അല്ലെങ്കിൽ സനാതനമായി നിലകൊള്ളുന്ന ധർമ്മം, ഇതിനെ സനാതനധർമ്മം എന്ന് പറയാം. ഹൈന്ദവധർമ്മം എന്ന ഒരു പരിവർത്തിത പദം ഇപ്പോൾ സനാതനധർമ്മത്തിന് കൈവന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അത് വിദേശീയർ കൊടുത്തതാണോ സ്വദേശീയരുണ്ടാക്കിയതാണോ എന്നൊക്കെ ചെറിയ സംശയമൊക്കെ ഉണ്ട്. സനാതന പദത്തിൻ്റെ സാരം നാശമില്ലാത്തത്, ഒരിക്കലും നശിക്കാത്തത്, അനശ്വരമായത് എന്നൊക്കെ പറയാം. നമ്മുടെ ദൃഷ്ടിയിൽ ഒരിക്കലും നശിക്കാത്തതും നിലനിൽക്കുന്നതും ഒക്കെ ഈശ്വരനാണ്. ധർമ്മം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ വിജ്ഞാനങ്ങൾ, വിശേഷിച്ചും ദർശനങ്ങൾ, ധർമ്മത്തെ വിശദീകരിക്കാനാണോ എന്ന് തോന്നിപ്പോകും. ദാർശനികന്മാരുടെ പന്ഥാവിലൂടെ വീക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായി ധരിക്കാൻ സാധിക്കൂ. നമ്മളെല്ലാവരും ദൈനംദിന ജീവിതത്തിൽ സുഖവും സമൃദ്ധിയും അഭിലഷിക്കുന്നവരാണ്. ഈ സുഖസമൃദ്ധികൾ ഉണ്ടാകുവാനും എന്നും നിലനിൽക്കുവാനും അത് അക്ഷയ്യമായ സുഖത്തിൽ അഥവാ ആനന്ദത്തിൽ
ലയിക്കുവാനും എത്തിച്ചേരുവാനും നാം എന്ത് ചെയ്യണം? ഈ പ്രസക്തമായ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് സൂത്രപ്രായത്തിലുള്ള ഒരു വാക്യമാണ്, അല്ലെങ്കിൽ ഒരു ഉപദേശമാണ് നമ്മുടെ ആചാര്യന്മാർ നൽകുന്നത്. അതെങ്കിലും ഹിന്ദുക്കൾ ധരിച്ചാൽ മതിയായിരുന്നു. എന്താണ് ഈ മഹാവാക്യം? ധർമ്മം ചര, ധർമ്മം അനുഷ്ഠിക്കുവിൻ, ആചരിക്കുവിൻ. ധർമ്മത്തെക്കുറിച്ച് വിവിധ ആചാര്യന്മാർ വിവിധ രീതികളിൽ നമുക്ക് ഉപദേശിക്കുന്നുണ്ട്. ധാരണാത് ധർമ്മം ഇത്യാഹു എന്നൊരു നിർവചനം. ഈ ലോകത്തെ നിലനിർത്തുന്നത് ഏതോ അതാണ് ധർമ്മം. മറ്റൊരാചാര്യം പറഞ്ഞു, യതഃ അഭ്യുദയ നിശ്രേയസസിദ്ധി സധർമ്മ. യാതൊന്നിൽ നിന്നാണോ അഭ്യുദയ നിശ്രേയസങ്ങൾ സിദ്ധിക്കുന്നത് അതാണ് ധർമ്മം. അഭ്യുദയം നേരത്തെ സൂചിപ്പിച്ചു. നിശ്രേയസം സുഖദുഃഖങ്ങൾക്ക് അതീതമായ അവസ്ഥ, മോക്ഷം എന്നാണ് മലയാളികൾ പറയുക. മലയാളികൾ ഇപ്പോൾ അതിൻ്റെ അർത്ഥം ധരിച്ചിട്ടാണോ പറയുന്നത് എന്ന് സംശയമാണ്. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ ഇപ്പോൾ അത് അരവണ പായസത്തിൻ്റെ രൂപത്തിലാണാവോ? എന്നാൽ പിന്നെ അത് വേണ്ടാന്നേ പറയുള്ളൂ. അപ്പോൾ സുഖദുഃഖങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഒരവസ്ഥ. മറ്റ് മതസ്ഥർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കൂടി കഴിയില്ല. അവരൊക്കെ സ്വർഗം വരെ എത്തിയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തൊന്നും ഉണ്ടെന്ന് ചിന്തിക്കാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ സവിശേഷത. അപ്പോൾ ഈ ദാർശനിക പന്ഥാവിൽ വിചാരം ചെയ്തിട്ടുള്ള ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞാൽ വേണ്ടെന്നേ പറയുള്ളൂ. കാരണം പുണ്യം കൊണ്ടാണ് സ്വർഗം ലഭിക്കുന്നത്. അവിടെ സുഖം മാത്രമല്ലേ ഉള്ളൂ. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. കയ്യിലുള്ള കാശ് തീർന്നാൽ പിന്നെ തിരിച്ചു പോരണം ചന്തയിൽ നിന്ന്, അല്ലെങ്കിൽ കടയിൽ നിന്ന്, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന്. ഏതായാലും ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അപ്പോൾ സുഖം വേണ്ട. അത്വഹം കാമയേ സ്വർഗം. അപ്പം അതുകൊണ്ട് സുഖദുഃഖങ്ങൾക്ക് അതീതമായിരിക്കുന്നൊരവസ്ഥയെയാണ് നിശ്രേയസമെന്നോ മോക്ഷമെന്നോ പറയുന്നത്. ഈ അഭ്യുദയവും നിശ്രേയസവും ലഭിക്കുന്നതാണ് ധർമ്മം. ഭഗവാൻ വേദവ്യാസൻ പറഞ്ഞു, ധർമ്മോ രക്ഷതി രക്ഷിതഃ. രക്ഷിക്കപ്പെടുന്ന ധർമ്മം നമ്മളെ രക്ഷിക്കും. അതിൻ്റെ അടുത്ത വരിയും ഓർക്കാൻ കഴിയേണ്ടതാണ്. ധർമ്മയേവ ഹതോ ഹന്തി. ഹനിക്കപ്പെടുന്ന ധർമ്മം നിങ്ങളെ നശിപ്പിക്കും. മറ്റൊരാചാര്യൻ പറഞ്ഞു, ധർമ്മേണ ഗമനം ഊർധ്വം. ധർമ്മം കൊണ്ട് ഉയർച്ചയുണ്ടാവും. ഗമനമധസ്ഥാത് ഭവതി അധർമ്മേണ. അതിൻ്റെ വൈപരീത്യം കൊണ്ട് അധസ്ഥാത് ഗമനം. ഇപ്പോൾ കുറേയൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവും. അതുണ്ടാകും.
ഇതിങ്ങനെ ഈ സംസ്കൃത പദം ഉച്ചരിച്ചാൽ എന്താ ഇപ്പം മനസ്സിലാവുക? ഗ്രാമസദസ്സുകളിലൊക്കെ വലിയൊരു വിഷയമാണ്. സംസ്കൃതം ഉദാഹരിക്കാനൊന്നും പറ്റില്ല. സംസ്കൃത ഭാഷയും സംസ്കൃത പദങ്ങളും ഇല്ലാതെ സനാതനധർമ്മത്തെക്കുറിച്ച്, ഹിന്ദുധർമ്മത്തെക്കുറിച്ച് നമ്മൾ എന്താ പരിനിഷ്ഠിതമായിട്ട് പറയുക? അപ്പം അതുകൊണ്ട് വളരുന്ന കുട്ടികളെ നമ്മൾ വേറെ എന്ത് അറബി പഠിപ്പിച്ചാൽ പോലും ഇപ്പോൾ വിദേശത്തൊക്കെ പോയി പണം ഉണ്ടാക്കാമല്ലോ. ഇപ്പോൾ ജർമ്മൻ ഭാഷ വെറുതെ പഠിപ്പിക്കണമെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. എന്നാലും ശരി, സംസ്കൃതം പഠിക്കണ്ട. അതിരിക്കട്ടെ, ഗീത വായിക്കാനുള്ള സംസ്കൃതമെങ്കിലും പുരാണം വായിക്കാനുള്ള സംസ്കൃതമെങ്കിലും വളരുന്ന തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇത്രയും സജ്ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണിത് പറയുന്നത്. മുകളിലേക്കൊന്നും പോണ്ട, ഇതെങ്കിലും ഒരു അപേക്ഷയാണിത്. അപ്പം അതുകൊണ്ട് ധർമ്മേണ ഗമനമൂർധ്വം ഗമനമധസ്ഥാദ്ഭവത്യധർമ്മേണ. അധർമ്മം കൊണ്ട് അധപതനാണ് ഉണ്ടാവുക. ഇനി ധർമ്മത്തെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ ഇതിഹാസ പുരാണങ്ങളൊക്കെ ഈ മഹത്തായ മൂല്യത്തിൻ്റെ വിശദീകരണത്തിനാണോ വിരചിതമായിട്ടുള്ളത്? എങ്കിലും പറഞ്ഞേ തീരൂ നമുക്ക്. വേദോഖിലോ ധർമ്മമൂലം. അഖില ധർമ്മങ്ങളുടെയും മൂലം വേദമാണ്. ഇപ്പം വേദമെന്ന് കേട്ടാൽ അത് നസ്രാണികളുടെ മതഗ്രന്ഥമാണോ എന്ന് ചോദിക്കുന്ന ഹിന്ദുക്കളുണ്ടാവും. വൈദികന്മാരൊക്കെ അങ്ങനെയാണല്ലോ. ജനസാമാന്യത്തിൻ്റെ വീക്ഷണത്തിൽ അവർ സ്വയം കൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു, വൈദികൻ. വേദം അറിയാത്ത, വേദം കേൾക്കാത്ത, വേദത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു പദം ഇന്ന് മലയാളത്തിൽ വിലസുക. ഏതായാലും അഖില ധർമ്മങ്ങളുടെയും മൂലം വേദമാണ്. പക്ഷേ സാധാരണക്കാരന് വേദം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് പുരാതന ഋഷീശ്വരന്മാർ മനസ്സിലാക്കിയിരുന്നു. അതിനുള്ള ഉപാധികൾ അവർ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇതിഹാസം പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. ഇതിഹാസ പുരാണങ്ങൾ സാധാരണക്കാരൻ്റെ വേദമാണ്. സാധാരണക്കാരന് സനാതനധർമ്മത്തെക്കുറിച്ച് അറിയാനുള്ള ഉപാധികളാണ് ഇതിഹാസ പുരാണങ്ങൾ. അതും നമ്മൾ പാരായണം ചെയ്യൽ വളരെ വിരളമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇട്ടോ. അപ്പം അങ്ങനെ പറയാനും ധൈര്യം കുറവാണ്. കൊടുങ്ങല്ലൂരിനടുത്താണ് എൻ്റെ നാട്, കാര്യമാത്രം. കൊടുങ്ങല്ലൂരിൽ നിന്ന് കേൾക്കുമ്പോൾ വിവേകാനന്ദ സ്വാമികൾ സംസ്കൃതം സംസാരിക്കുന്ന സ്ത്രീകളെ കണ്ടെത്തിയത് കൊടുങ്ങല്ലൂരിലാണ്. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ നാട്. ആ നാട്ടിൽ ഇപ്പോൾ സംസ്കൃതം സിദ്ധരൂപം പോലും അല്ലെങ്കിൽ ഒരു സുഭാഷിതം പോലും അറിയുന്നവരുണ്ടോ എന്ന് സംശയമാണ്. ഞാൻ ആ നാട്ടുകാരനായതുകൊണ്ട് പറയുകയാണ്. അപ്പം അതുകൊണ്ട് ഇതിഹാസ പുരാണങ്ങൾ ധർമ്മത്തെ പഠിപ്പിക്കാനുള്ളതാണ്. സാമാന്യമായിട്ട് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനം വെച്ച് ചിന്തിച്ചാൽ 4 കാര്യങ്ങൾ ധർമ്മത്തിൽ പ്രസക്തങ്ങളാണ്. ജ്ഞാനം, ദാനം, ശമം, ദമം. ചതുഷ്പദോ ഹി ധർമ്മസ്യ. ഈ 4 പാദങ്ങളാണ് ധർമ്മത്തിനുള്ളത്. ജ്ഞാനം, അറിവുണ്ടാക്കുക. ദാനം, ഉദാരത. ശമം, ദമം. അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്നൊക്കെ കേട്ടാൽ ഇപ്പോൾ പൊതുവേ ധരിക്കുക
ഏതെങ്കിലും പരീക്ഷകളൊക്കെ പാസ്സായിട്ട് പേരിൻ്റെ കടക്കലും തലയ്ക്കലും ഇംഗ്ലീഷ് അക്ഷരം എഴുതി ചേർക്കാൻ കഴിഞ്ഞാൽ ജ്ഞാനിയായിരുന്നണം. ഞാനൊരു ദിവസം ക്ലാസ്സിൽ ചെന്നു. ഞാൻ ഈ എക്സ്ട്രാ പീരീഡ് കുട്ടികളോടൊപ്പം ഇങ്ങനെ സംവദിക്കാനോ അല്ലെങ്കിൽ കഥ പറയാനോ പാട്ട് പാടാനോ ഒക്കെ അവരെന്നെ വിളിച്ചുകൊണ്ടുപോകും. ഒരു ക്ലാസ്സിൽ കുട്ടികളോട് പറഞ്ഞു, നമുക്കിന്ന് സംവാദമാവാം. ഞാൻ ചോദിക്കുക, നിങ്ങൾ മറുപടി പറയുക, നിങ്ങൾ ചോദിക്കുക, ഞാൻ മറുപടി പറയുക. അപ്പം അങ്ങനെ ഒരു കുട്ടിയോട് ചോദിച്ചു, കുട്ടി എന്തിനാ സ്കൂളിൽ വരുന്നത്? ഉടനെ പറഞ്ഞു, പഠിക്കാൻ. എന്തിനാ പഠിക്കണേ? ഉടനെ മറുപടി, നല്ല കുട്ടിയാണ്, പരീക്ഷ പാസ്സാകാൻ. എന്തിനാ പരീക്ഷ പാസ്സാവണ? സർട്ടിഫിക്കറ്റ് കിട്ടാൻ. എന്തിനാ സർട്ടിഫിക്കറ്റ്? ജോലി കിട്ടാൻ. അടുത്ത ഉത്തരമാണ് എന്നെ ഒന്ന് ഞെട്ടിച്ചത്. എന്തിനാ ജോലി? വെറുതെ ഇരിക്കാൻ. കുട്ടികൾ വിശുദ്ധരാണ്. ആ കുട്ടി പറഞ്ഞതിൽ കുറേ ശരിയില്ലേ? 75% അതിൽ ഉപരി ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഈ ശരിയിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ പൂന്താനം പറഞ്ഞു, വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നിതു ചിലർ. അങ്ങനെയുള്ള മന്ത്രിസത്തമ്മമാരൊക്കെ ഉള്ള വിദ്യാഭ്യാസം ചുമന്ന് നടക്കുന്ന കാലാണല്ലോ ഇത്. കൂടുതൽ പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് പോണ്ടേ. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നതു ചിലർ. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഉത്തമവും സംസ്കാരസമ്പന്നവുമായ ഒരു ജീവിതം പ്രാപ്തമാക്കുന്നതിനുള്ള ഉപാധികളാണ് വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം. അത് നാം നേടിയെടുക്കണം. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ. ജ്ഞാനത്തെ പോലെ പവിത്രമായിട്ടുള്ള ഒന്നില്ല. ആ അറിവ് നേടിയെടുക്കണം വെച്ചാൽ ഇപ്പോൾ ഇവിടെ കുറച്ച് വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ ഉണ്ടാവും. എന്നും വിദ്യാർത്ഥിയാകാനും ആയിരിക്കാനുമാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് കുറച്ച് ഗുണങ്ങളുണ്ടായാൽ നല്ലതാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. നിരന്തര പരിശ്രമം. ഉത്കർഷേച്ഛ, വളർന്നു വലുതാവാനുള്ള ആഗ്രഹം. അടുത്തത് സരളത. ഇപ്പോൾ വിദ്യ എന്താ നൽകുക നമുക്ക്? വിദ്യാ ദദാതി വിനയം. ഈ 4 ഗുണങ്ങൾ വേണം ജ്ഞാനം കരസ്ഥമാക്കണമെങ്കിൽ. ശ്രദ്ധ, നിരന്തര പരിശ്രമം, ഉത്കർഷേച്ഛ, സരളത. അപ്പം അങ്ങനെ ഇനി വിസ്തരിക്കുന്നില്ല. വഞ്ചി തിരുനഗര തന്നെയാവും, അപ്പുറത്തേക്ക് പോവില്ല. അപ്പോൾ ജ്ഞാനം, ദാനം. നേരത്തെ ദാനത്തെക്കുറിച്ച് ഇവിടെ തിരുമേനി വർണ്ണിച്ചു. മനോഹരമായിട്ട് ഗംഭീരമായിട്ടുള്ള ദാനം. ഈ ദാനം ഇപ്പോൾ നമ്മുടെ ഇടയിൽ വളരെ കുറവാണ്. അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരിക്കലും. കുറച്ചൊക്കെ ദാനം ചെയ്താൽ നല്ലതാണ്. ഉപാർജിതാനാം വിത്താനാം ത്യാഗയേവ ഹി രക്ഷണം. അത് ഹിന്ദുക്കൾക്ക് അറിഞ്ഞൂടാ. ദാനം വേണം. ചാതകസ്ത്രീചതുരാൻ പയക്കണാൻ യാചതേ ജലധരം പിപാസയാ സോപി പൂരയതി വിശ്വം ഭസ ഹന്ത ഹന്ത മഹതാം ഉദാരത. ജീവനെ യാവദാദാനം, ജീവിതത്തിൽ എന്തു നേടുന്നു അതിൽ കൂടുതൽ പ്രദാനം സ്യാൽ തതോധികം. ഇങ്ങനെയൊരു പ്രാർത്ഥന ഉണ്ടായാൽ നല്ലതാണ്.
ദാനശീലരാകണം എന്ന് മാത്രം പറയട്ടെ. അപ്പം ജ്ഞാനം, ദാനം, ഇനി ശമം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവുണ്ടാവുക. അതില്ലാത്തത് കൊണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത്? പത്രക്കാർക്ക് നല്ല ഭക്ഷണം ഇപ്പോൾ അത് ഫ്രണ്ട് പേജിൽ കൊടുക്കുകയും ചെയ്യും. പീഡനങ്ങളുടെ കഥ, ബാലികാപീഡനം, വനിതാപീഡനം, വൃദ്ധാപീഡനം ഒക്കെ കടന്ന് ഇനി പുരുഷപീഡനം തുടങ്ങും. ഇപ്പോൾ ശമസ്തു ഇന്ദ്രിയ നിഗ്രഹ. അപ്പം ഇന്ദ്രിയ നിയന്ത്രണശീലം വേണം. ഇനി അടുത്തത് ആത്മഹത്യകളുടെ കഥ, കൊലപാതകങ്ങളുടെ കഥ. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കലികാലല്ലേ. ഇതില്ലാതിരിക്കണമെങ്കിൽ മനസ്സോദമനം ദമ, മനോനിയന്ത്രണം വേണം. മനസ്സ് വളരെ ദുർനിഗ്രഹമാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണെന്നൊക്കെ അർജുനൻ ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. പക്ഷേ അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട് മനോനിയന്ത്രണം കരസ്ഥമാക്കാം. കുറേ നേരം നാമം ജപിക്കുന്ന ഒരു അഭ്യാസമെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. ഈ 4 മൂല്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ ധർമ്മമായി എന്ന് പറയാം. ജ്ഞാനം, ദാനം, ശമം, ദമം. ഇനി വിസ്തരിച്ച് ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആചാര്യന്മാർ. ധൃതി, ക്ഷമ, ദമം, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, ധീ, വിദ്യ, സത്യം, അക്രോധം. ഇത് കുറേ പറയാൻ തുടങ്ങിയാൽ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് പോകും. കാരണം ഈ ധാർമ്മിക മൂല്യങ്ങൾ അറിയാനോ അറിയിക്കാനോ ക്ഷമതയുള്ളവർ ഹിന്ദു സമാജത്തിൽ കുറയുന്നു. അതുണ്ടാകണം, വിമർശിക്കാനല്ല ഇതുപോലുള്ള വേദി. ഇതാണ് നമ്മളെ മനുഷ്യരാക്കി തീർക്കുന്നത്. ആഹാര നിദ്രാഭയ മൈഥുനാനി സമാനമേതൽ പശുഭിർ നരാണാം. ആഹാരം കഴിക്കുക, എവിടെയെങ്കിലും കിടന്നുറങ്ങുക, എവിടെയെങ്കിലും നിവസിക്കുക, അല്ലെങ്കിൽ ഭയം പോലുള്ള വികാരങ്ങളുണ്ടാവുക, അനന്തര തലമുറയെ ഉൽപ്പാദിപ്പിക്കുക. ഇങ്ങനെ ഉണ്ണുകയും ഉറങ്ങുകയും ഉൽപ്പാദിപ്പിക്കുകയും ഒക്കെ മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ചെയ്യണതാണ്. പിന്നെ മനുഷ്യൻ്റെ വ്യത്യാസം എന്താ മൃഗങ്ങളിൽ നിന്ന്? ഞാൻ ഏതോ ഒരു സദസ്സിൽ സംസാരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, മനുഷ്യർക്ക് വാലില്ല. അതാണത്രേ മനുഷ്യരുടെ പ്രത്യേകത. ആചാര്യൻ വ്യക്തമായി പറയുന്നു, ധർമ്മോ ഹി തേഷാം സവിശേഷമാഹു. ധർമ്മമാണ് മനുഷ്യൻ്റെ സവിശേഷത. ധർമ്മേണ ഹീനഃ. ഈ ധർമ്മം ജീവിതത്തിലില്ലെങ്കിൽ പശുഭി സമാനഃ. മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. അപ്പം അതുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങളെ വളർത്താനും നിലനിർത്താനും ശ്രമിക്കുക. ഇനി ഈ ധർമ്മം നിലനിൽക്കണമെങ്കിൽ, ധർമ്മം പുലരണമെങ്കിൽ, അതുകൊണ്ട് അഭ്യുദയ നിശ്രേയസങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈശ്വരാനുഗ്രഹം വേണം. ധർമ്മസ്യ പ്രഭു അച്യുതഃ. ധർമ്മത്തിൻ്റെ പ്രഭുവാണ് ഭഗവാൻ. ആ ഭഗവത് അനുഗ്രഹമുണ്ടായാൽ മാത്രമാണ് ധർമ്മനിഷ്ഠ പുലർത്താൻ നമുക്ക് സാധിക്കൂ. അപ്പം അതുകൊണ്ട് ധാർമ്മിക ജീവിതത്തിൽ അനുപേക്ഷണീയമായ ഒന്നാണ് ഈശ്വരോപാസന. പഞ്ചമഹായജ്ഞങ്ങൾക്ക് പ്രാധാന്യമുണ്ട് മനുഷ്യ ജീവിതത്തിൽ.
അത് വിസ്തരിക്കാൻ ഇപ്പോൾ ഇവിടെ സമയമില്ല. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം, ഭൂതയജ്ഞം. ഒന്ന് ജപവും പഠനവുമാണ്. ഈശ്വരോപാസന ദേവയജ്ഞം. ഇനി പോയ പിതൃക്കളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ശ്രാദ്ധാദികൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയും മുത്തച്ഛൻ മുത്തശ്ശി അങ്ങനെയുള്ളവരെയും ഒക്കെ ശുശ്രൂഷിക്കൽ ജീവനുള്ള പിതൃയജ്ഞം തന്നെയാണ്. ഇനി മറ്റ് മനുഷ്യ സഹജീവികളെ സ്നേഹിക്കുക, മനുഷ്യയജ്ഞം. പക്ഷി മൃഗാദികളെയും വൃക്ഷലതാദികളെയും കൂടി പോഷിപ്പിക്കുക, ഭൂതയജ്ഞം. പഠനം എന്നാൽ ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനത്തോടൊപ്പം ധാർമ്മിക വിഷയങ്ങൾ ഗ്രഹിക്കണം. അതില്ലാതെ ജീവിതം ഹൃദ്യമായി മുന്നോട്ട് പോകില്ല. ഭഗവത്ഗീതയെങ്കിലും ഒരു അധ്യായം വായിക്കുന്ന എത്ര ഹിന്ദുക്കളുണ്ട് ആലോചിക്കുക. വിമർശിക്കാനല്ല, ഇന്ന് തന്നെ ഇല്ലെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക. ഭാരതത്തിൽ ജനിച്ചാൽ 4-5 കാര്യങ്ങൾ ചെയ്യാതെ മരിക്കാൻ പാടില്ല. അതിലൊന്നാമത്തേതാണ് ഗീത പഠിക്കുക. അടുത്തത് മഹാഭാരതം വായിക്കുക. അടുത്തത് ഭാഗവതം കേൾക്കുക. 3 വ്യത്യസ്ത ക്രിയാപദങ്ങളാണ് പ്രയോഗിച്ചത്. ചിന്തിക്കുക എന്തുകൊണ്ടാണെന്ന്. ഇനി ഗംഗയിലൊന്ന് മുങ്ങണം. അപ്പോൾ വളരെ നല്ല കാലമാണ് കേട്ടോ, നല്ല സമയമാണ്. പ്രയാഗരാജിൽ പോയിട്ടൊന്ന് മുങ്ങുക. അപ്പം ഗംഗയിലൊന്ന് മുങ്ങണം. ഇനി ഹിമാലയം ദർശിക്കണം. TV കണ്ടാൽ പോരാട്ടോ. അപ്പം അങ്ങനെ ബ്രഹ്മയജ്ഞം എന്ന് വെച്ചാൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. അത് ഞാൻ വിസ്തരിക്കുന്നില്ല. എങ്കിലും രാത്രിയുടെ ഒടുവിലത്തെ യാമത്തിൻ്റെ 3-ാമത്തെ മുഹൂർത്തം ഘടികാദ്വയം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. പ്രഭാതത്തിൽ ഒരു 4:30 ശേഷമുള്ള സമയം. സാ വേള പാഠദായിനി, പഠിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. ആചാര്യൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ബ്രാഹ്മേ മുഹൂർത്തേ യാ നിദ്ര സാ പുണ്യക്ഷയകാരിണി. ഈ സമയത്തുറങ്ങുന്നത് എല്ലാ പുണ്യങ്ങളെയും ക്ഷയിപ്പിക്കും. ഇന്ന് പുണ്യം ക്ഷയിക്കാത്ത എത്ര ഹിന്ദുക്കളുണ്ട് ആലോചിക്കുക. ഞാനിത് തിരുത്തി പറയാറുണ്ട് മതപാഠശാല ക്ലാസ്സിലൊക്കെ. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപെങ്കിലും എഴുന്നേൽക്കുക. കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ എഴുന്നേൽക്കാൻ എന്താ വഴി? അലാറം വയ്ക്കുക, അമ്മയെ ചുമതലപ്പെടുത്തൊന്നും വേണ്ട. കിടക്കാൻ നേരത്ത് ആ കിടക്കയിലിരുന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ മതി. ഞാൻ നാളെ രാവിലെ 4:30 അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കും. 10 പ്രാവശ്യം താൻ കേൾക്കുമാർ ഉച്ചത്തിൽ പറയുക. ഞെട്ടി ഉണരും ആ സമയമാകുമ്പോൾ. പിന്നെ കിടക്കരുത് കേട്ടോ. അപ്പം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. ഇതിന് 3 കൂട്ടക്കാരെ നിയമങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബാല, വൃദ്ധ, ആതുരാൻ വർജയിത്വ. അപ്പോൾ ഇവിടെ വൃദ്ധന്മാരൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ബാലവൃദ്ധ ആതുരാൻ വർജയിത്വ നിയമങ്ങളിൽ നിന്ന് ചില ഒഴിവൊക്കെ ഉണ്ട്. ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. സ്മൃത്വ നാരായണം ഹൃദി, നാരായണനെ സ്മരിച്ച് ചിന്തയേതാത്മനോഹിതം, തനിക്ക് ഹിതമായിട്ടുള്ളതിനെ ചിന്തിക്കുക. അതിവിടെ വിസ്തരിക്കുന്നില്ല. അപ്പം അങ്ങനെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി, ചത്ത ബലിയില്ലെങ്കിൽ ഭസ്മം നെറ്റിയിൽ കുറിയിടുക.
ഇനിയിപ്പോൾ ഇവിടെ പോലെ വൈഷ്ണവന്മാർ കോപിക്കുമെന്നൊന്നും കരുതുന്നില്ല. കേരളക്കാർക്ക് പിന്നെ ശൈവവും വൈഷ്ണവമൊന്നുമില്ല. ഒരിക്കൽ ചിദംബരത്തൊരു പ്രശ്നമുണ്ടായി. അവിടെ ഒരു ആനപ്പുറത്ത് എഴുന്നള്ളിക്കലില്ല കേരളം വിട്ടാൽ. ഒരാനയെ എഴുന്നള്ളിച്ച് നിർത്താറുണ്ട്. അപ്പോൾ ആനയ്ക്ക് ഭസ്മം ത്രിപുണ്ഡ്രം ധരിപ്പിക്കണോ ഗോപി ധരിപ്പിക്കണോ ഒരു വാദം വന്നു. അപ്പോൾ വൈഷ്ണവന്മാർ പറഞ്ഞു ഗോപി വേണം, ശൈവന്മാർ പറഞ്ഞു ത്രിപുണ്ഡ്രം വേണം. നമുക്കിപ്പോൾ ഇത് രണ്ടും ആവാം. ഇത് വ്യവഹാരം ചെയ്ത് സുപ്രീം കോർട്ട് വരെ എത്തി. നിസ്സാര കാര്യം. അങ്ങനെ ഇരിക്കെ ഈ വാദം ഇനി തുടരണ്ടെന്ന് ഭഗവാൻ കരുതിയിട്ടുണ്ടാവും. ആ ആന ചത്തു. ചിദംബരത്തുണ്ടായ കാര്യം അത്. അവിടെ ശിവനും വിഷ്ണു ഉണ്ടല്ലോ. ഏകോ ദേവ കേശവോവാ ശിവോവാ. ഏതായാലും ചത്ത വിലയില്ലെങ്കിൽ ഭസ്മം നെറ്റി കുറിയിടുന്നത് ഹിന്ദുക്കളുടെ ഒരു ആചാരമാണ്. ഇപ്പോൾ അത് കാണാനില്ല. മാത്രമല്ല പെൺകുട്ടികളൊക്കെ ആരെയോ അനുകരിച്ചുകൊണ്ട് നെറ്റിയിൽ കുങ്കുമവും കഴുത്തിലെ മാലയും ഒക്കെ ഒഴിവാക്കി വരികയാണ് ചെയ്യുന്നത്. ഈ പോക്ക് നിർത്തുക. അപ്പം അങ്ങനെ ഇഷ്ടമന്ത്രം ജപിക്കുക, ഒരു മന്ത്രം ജപിക്കണം. ഇതുപോലെ സ്വാധ്യായം ചെയ്യണം. സ്വാധ്യായാന്മാ പ്രമദ ആചാര്യം പറയുകയാണ്. ഇപ്പോൾ സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദ ഇങ്ങനെയുള്ള തൈത്തിരീയ ഉപനിഷത്തിലെ അനുശാസനങ്ങളാണ്. ഈ സത്യം വദ ധർമ്മം ചര, അതുപോലെ സ്വാധ്യായം കുരു എന്ന് പറഞ്ഞാൽ പോരെ. ഒരു പോരായ്മയില്ല, വ്യാകരണപരമായിട്ട് തെറ്റൊന്നുമില്ല. പക്ഷേ എന്തിനിങ്ങനെ പറഞ്ഞു? മറക്കുന്ന ഒരേ ഒരു കാര്യം ഈ സ്വാധ്യായ. അതുകൊണ്ടാണ് സ്വാധ്യായാത് മാ പ്രമദ, ഒരിക്കലും വിസ്മരിക്കരുത്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെ അധ്യാപകരുണ്ട്. അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചാലെങ്കിലും 10 കുട്ടികളെ ധാർമ്മിക കാര്യം പഠിപ്പിക്കാനെങ്കിലും ശ്രമിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു പോരായ്മയാണ്. അതുപോലെ വിദ്യാസമ്പന്നരായ യുവാക്കൾ സ്വധർമ്മത്തെ കുറിച്ച് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഈ അധീതി ബോധ ആചരണ പ്രചരണങ്ങൾ നമുക്കില്ലാതെ പോയി. അതുണ്ടാക്കണം. നാം സനാതനധർമ്മത്തെക്കുറിച്ച് അധ്യയനം ചെയ്യണം, മനനം ചെയ്യണം, ആചരിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. അപ്പം അങ്ങനെ സ്വാധ്യായം ചെയ്യണം. എന്താ സ്വാധ്യായം ചെയ്യുക? ഗീതയെങ്കിലും വായിക്കുക. കുട്ടികൾക്ക് ഞങ്ങൾ പാടിക്കൊടുക്കാറുണ്ട്. ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വിളങ്ങിക്കാണും. ഗീതാപാഠം ചൊല്ലിക്കേട്ടുവെന്നാൽ ബോധമുണ്ടായിടും വൃക്ഷങ്ങൾക്കും. ഇപ്പം ഗീത വായിക്കണം. ഹിന്ദു അത് മറക്കരുത്. ഇനി ഇങ്ങനെ ബ്രഹ്മയജ്ഞം ചുരുക്കത്തിൽ നിർത്തിയിട്ട് ഇനി ദേവയജ്ഞം, ഈശ്വരാരാധന. നേരത്തെ പറഞ്ഞല്ലോ, ധർമ്മസ്യ പ്രഭുരച്യുത, ധർമ്മത്തിൻ്റെ പ്രഭുവാണ് ഭഗവാൻ. ആ ഈശ്വരാരാധനയ്ക്ക് കാലാനുസൃതമായ മാർഗങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ സവിശേഷത. എല്ലാവരും ഒരേ കുപ്പായം ധരിച്ചാലേ ശരിയാവുമെന്ന് പറഞ്ഞാൽ വികൃതാവും. യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം എന്ന് ഭഗവാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് യുഗാനുസൃതങ്ങളായ മാർഗങ്ങളാണ് ഈശ്വരോപാസനയ്ക്ക് ആചാര്യന്മാർ ഉപദേശിച്ചിട്ടുള്ളത്. സത്യയുഗത്തിൽ, കൃതയുഗത്തിൽ ധർമ്മനിഷ്ഠയുള്ളവരാണ് എല്ലാവരും. അവിടെയാണ് തപസ്സിനാണ് പ്രാധാന്യം. ഈശ്വരോപാസനയ്ക്കുള്ള മുഖ്യോപാധി.
ത്രേതായുഗം വരുമ്പോൾ ധർമ്മത്തിൻ്റെ ഒരു പാദം ക്ഷയിച്ചു, ജ്ഞാനവും ദാനവും ശമവും തമൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പം അവിടെയാണ് യജ്ഞങ്ങളുടെ പ്രസക്തി. നിർഗുണ നിരാകാരമാണ് തപസ്സിൻ്റെ മാർഗമെങ്കിൽ ഇവിടെ സഗുണ നിരാകാരം, യജ്ഞത്തിലൂടെ നാം സാക്ഷാത്കരിക്കുന്ന ദേവതകൾക്ക് വേദങ്ങളിൽ പ്രത്യേകിച്ച് രൂപം പറയുന്നില്ല. ഇന്ദ്രൻ, അഗ്നി, പൂഷാവ്, മരുത്തുക്കൾ, ഇതൊക്കെ തന്ത്രങ്ങളിൽ വരുമ്പോൾ രൂപവും ഭാവമൊക്കെ ഉണ്ടാവാം. ഈ പ്രപഞ്ചശക്തികളെ ബാഹ്യമായ യജ്ഞകുണ്ഡങ്ങളിൽ ഹവിസ് സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം എന്ന് ചുരുക്കത്തിൽ പറയാം. യാഗങ്ങൾ, ഇപ്പോൾ യാഗം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് മുഴുവൻ മനസ്സിലാവില്ല, പൂർവം ചിലർക്കറിയും, അത്രയേ ഉള്ളൂ. അടുത്ത യുഗം വരുമ്പോൾ ദ്വാപരയുഗം, ധർമ്മത്തിൻ്റെ രണ്ട് പാദവും ക്ഷയിച്ചു. അവിടെയാണ് പൗരാണിക ചര്യകൾക്ക് പ്രാധാന്യം. അത് പഴയതാണെങ്കിലും നവം. ഇവിടെയാണ് പുരാണത്തിൻ്റെ പ്രത്യേകത. 18 മഹാപുരാണം, 18ഓളം ഉപപുരാണം, ഇതൊക്കെ നമുക്കുണ്ട് സമ്പാദ്യമായിട്ട്. അതൊക്കെ ഇങ്ങനെ നിലവറയിൽ വച്ചിരിക്കുക. ഭാഗവതം കേൾക്കെങ്കിലും ചെയ്താൽ മതി, ശ്രവണം ഉണ്ടായാലും മതി. സഗുണസാകാര രൂപത്തിലുള്ള ഈശ്വരസങ്കല്പങ്ങൾ പുരാണങ്ങളിൽ ദർശിക്കാൻ സാധിക്കും. ചില പുരാണങ്ങൾ സർവവിജ്ഞാന കോശങ്ങളാണ്. അഗ്നിപുരാണവും മത്സ്യപുരാണമൊക്കെ ചിന്തിച്ചാൽ അങ്ങനെ പറയാൻ പറ്റൂ. ഏതായാലും ഇത് കലിയുഗമാണ്. കലിയുഗത്തിൻ്റെ പ്രത്യേകത ധർമ്മത്തിൻ്റെ 3 പാദവും ക്ഷയിച്ചു. ഇപ്പം എന്ത് സംഭവിക്കുമെന്ന് ആചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട് മുൻപ്. നിർവീര്യാ പൃഥിവി നിരവുഷധരസാഹ നീചാ മഹത്വം ഗതാഹ രാജ അനർത്ഥസ്പരായണാ സമുദിതാഹ വിപ്രാ വികർമ്മസ്ഥിതാഹ ഭാര്യാഹ ഭർതൃഷു ബദ്ധവൈരഹൃദയാഹ പുത്രാ പിതൃദൂഷകാഹ ഇത്തം ഭൂതമിതം കലിയുഗൈ ധർമ്മം ത്വഥോ ഗച്ഛതി. ഭൂമിയുടെ വീര്യം കുറയുന്നു. നിരൗഷധരസാഹ, ഔഷധങ്ങൾക്ക് ഔഷധമൂല്യം കുറയുന്നു. പണ്ട് പനിയോ ഇതൊക്കെ വന്നാൽ, ജലദോഷമൊക്കെ വന്നാൽ വല്ല ചുക്കും കുരുമുളകും തുളസിയൊക്കെ തിളപ്പിച്ച് കുടിക്കാറുള്ളൂ. ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് അതൊക്കെ ഉപേക്ഷിച്ച് മോളും ഡോളും ഒക്കെ വന്നല്ലോ. നിരൗഷധരസാഹ, അല്ലെങ്കിൽ ഔഷധമൂല്യം കാണാൻ കഴിയുന്നില്ല. നീചാ മഹത്വം ഗതാഹ, മഹാന്മാരായിട്ട് അറിയപ്പെടുന്നവർ നീചന്മാരാണ് സ്വഭാവം കൊണ്ട്. ഇനി അടുത്തത് പറയാതിരിക്കാൻ വയ്യ, പ്രിയ സത്യങ്ങൾ പറയരുതെന്നാണ്. രാജ അനർത്ഥപരായണ സമുദിതാഹ, ഭരണാധികാരികൾ അനർത്ഥേ ചെയ്യൂ. വിപ്രാ വികർമ്മസ്ഥിതാഹ, വിപ്രന്മാർ വിപരീത ഫലം ചെയ്യുന്ന കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഭാര്യാഹ ഭർതൃഷു ബദ്ധവൈരഹൃദയാഹ, ഇവിടെ ആരുമില്ല കേട്ടോ. ഭാര്യാഹ ഭർതൃഷു ബദ്ധവൈരഹൃദയാഹ, ഭാര്യമാർ ഭർത്താക്കന്മാരോട് ബദ്ധവൈരമുള്ള ഹൃദയത്തോടു കൂടിയവരായിട്ട് മാറുന്നു. എന്താ പത്നീധർമ്മം? യദ്ഭർത്തുരേവ ഹിതമിച്ഛതി തൽക്കളത്രം. പത്നീധർമ്മം എന്താണെന്ന് ഭാര്യമാർക്ക് അറിയാതായി. ഇത് പറയുമ്പോൾ ഞാൻ നമ്മുടെ സാഹിത്യ ലോകത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ശാകുന്തളയെ രാജാവിൻ്റെ അടുത്തേക്ക്, ദുഷ്യന്തൻ്റെ അടുത്തേക്ക് കണ്വൻ യാത്രയാക്കുകയാണ്. കാരണം രാജാവ് വിവാഹം കഴിച്ചിട്ടുള്ളതായ ഗാന്ധർവ വിധി അനുസരിച്ചാണെങ്കിലും തൻ്റെ വളർത്തുപുത്രി ഇനി ആശ്രമത്തിൽ താമസിക്കാൻ വയ്യ. ഗൗതമി എന്നൊരു വൃദ്ധ സ്ത്രീയും
ശാർങ്ങരവനും ശാരദ്ദൂതനുമാകുന്ന 2 ശിഷ്യന്മാരെ കൂട്ടി പറഞ്ഞയക്കുമ്പോൾ അവസാനം കണ്ണൂൻ പറയുന്ന ഒരു വാചകമുണ്ട്: മോളെ, നീ രാജധാനിയിൽ ചെന്നാൽ ഇങ്ങനെ വേണം പെരുമാറാൻ. എന്താ? ശുശ്രൂഷസ്വ ഗുരൂൻ കുരുപ്രിയസഖീ വൃത്തിം സപത്നീജനേ ഭർത്തുർവിപ്രകൃതാപി രോഷണതയാ മാസ്മപ്രദീപം ഗമഃ. ഭൂയിഷ്ഠം ഭവദക്ഷിണാപരിജനേ ഭാഗ്യേഷ്വനുത്സേകിനി യാന്തേവം ഗൃഹിണീപദം യുവതയോ വാമാഃ കുലസ്യാഥയഃ. ആ കാലഘട്ടത്തിലെ ആചാരമാണ് കേട്ടോ, ഇപ്പോഴും പ്രസക്തമാണ്. ശുശ്രൂഷസ്വ ഗുരുൻ, ഗുരുജനങ്ങളെ ശുശ്രൂഷിക്കുക. അവിടെ ചെന്നാൽ ഇപ്പോൾ അമ്മായിമ്മയും അമ്മാനച്ചനും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകാൻ പെൺകുട്ടികൾക്ക് വിഷമമാണ്. ആ തന്തനെയും തള്ളേനെയും നോക്കേണ്ടി വരും. കുരുപ്രിയസഖീ വൃത്തിം സപത്നീ ജന. ഇപ്പം സപത്നി ഇല്ല, അത് വെച്ചാരും പേടിക്കണ്ട. ഭർത്തുർവിപ്രകൃതാപി രോഷണതയാ മാസ്മപ്രദീപം ഗമഃ. ഭർത്താവ് എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ അതേ ടിക്കറ്റിൽ തിരിച്ചടിക്കരുത്. ഇപ്പം അതേ ടിക്കറ്റിൽ ഡൈവോഴ്സിന് കൊടുക്കാറുണ്ട് പതിവ്. ഭർത്തുർവിപ്രകൃതാപി രോഷണതയാ മാസ്മപ്രദീപം ഗമഃ. ഭൂയിഷ്ഠം ഭവദക്ഷിണാപരിജനെ, പരിജനങ്ങളോട് ദാക്ഷിണ്യം ഉണ്ടാവണം. ഭാഗ്യേഷ്വനുത്സേകിനി, ഭാഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മതി മറക്കരുത്. യാന്തേവം ഗൃഹിണീപദം യുവതയോ, ഈ ഗുണങ്ങളുള്ള, ഈ ചര്യകളുള്ള ഒരു വനിത, ഒരു ഭാര്യ, നല്ല ഗൃഹിണി. ന ഗൃഹം ഗൃഹമിത്യാഹു ഗൃഹിണീ ഗൃഹമുച്ചതേ. വീടിനെ വീടെന്ന് പറയാൻ പാടില്ല. ഗൃഹിണീ ഗൃഹമുച്ചതേ, ഗൃഹനായികയെയാണ് വീടെന്ന് പറയേണ്ടത്. വാമാഹ, ഇതിന് വൈപരീത്യം വന്നാൽ കുലത്തിന് ആധിയായിട്ട് തീരും. ആ ഭാര്യമാരിപ്പോൾ വൈപരീത്യത്തിലേക്ക് നീങ്ങുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ധർമ്മം പഠിപ്പിക്കാൻ ആരുമില്ല. പുത്രാ പിതൃദൂഷകാഹ, പുത്രൻ്റെ ധർമ്മം എന്താ? ജീവതോ വാക്യകരണാൽ ക്ഷയാഹേ ഭൂരിഭോജനാൽ ഗയായാം പിണ്ടദാനാച്ച ത്രിഭി പുത്രസ്യ പുത്രത. മാതാപിതാക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കുക. അവർക്ക് ക്ഷയാഹേ, ക്ഷീണം വരുമ്പോൾ ഭക്ഷണാദികൾ നൽകി സന്തോഷിപ്പിക്കുക. ഗയായാം പിണ്ടദാനാച്ച, മരണാനന്തരം ഗയാശ്രാദ്ധം പോലുള്ള ക്രിയകൾ ചെയ്യുക. ത്രിഭി പുത്രസ്യ പുത്രത, ഇങ്ങനെയാണ് പുത്രനായിട്ട് തീരുക. പുത്രാ പിതൃദൂഷകാഹ, പിതാക്കന്മാരെയും പൈതൃക സംസ്കാരത്തെയും ദുഷിക്കുന്ന പുത്രന്മാർ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വന്നാൽ ഇത്തം ഭൂതമിതം കലിയുഗേ, ഇങ്ങനെ വന്ന് കലിയുഗത്തിൽ ധർമ്മം തു അധോഗച്ഛതി, ധർമ്മം അധപതിക്കുന്നു. വ്യാസഭഗവാൻ ഓർമ്മിപ്പിച്ചു, ധർമ്മയേവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിതഃ. അതുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾക്ക് എന്നും പ്രസക്തിയുണ്ട്. അത് നിലനിൽക്കുന്നതും നിലനിർത്തേണ്ടതും ഒരു ആവശ്യമാണ്. അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരിത, മദ്യസ്യ വർജനം, ഈ 5 കാര്യങ്ങൾ ധർമ്മത്തിൽ വളരെ പ്രസക്തമാണ്, വിസ്തരിക്കുന്നില്ല. അതുകൊണ്ട് ഈ ധർമ്മം നിലനിൽക്കാൻ, നിലനിർത്താൻ, ആചരിക്കാൻ, ആചരിപ്പിക്കാൻ, അനുശാസിക്കാൻ എല്ലാം ധർമ്മത്തിൻ്റെ പ്രഭുവായ ഈശ്വരനെ ശരണം പ്രാപിക്കുക. ഈ കലിയുഗത്തിൽ ഈശ്വരോപാസനയ്ക്കുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് താന്ത്രികമായ ആരാധന. കൃതേ ശ്രുത്യുക്ത ആചാര ത്രേതായാം സ്മൃതിനിർണയ ദ്വാപരേതു പുരാണോക്ത കലൗ ആഗമ സമ്മത.
ആഗമസമ്മതമായ ആരാധനകൾക്കാണ് കലിയുഗത്തിൽ പ്രാധാന്യം. ആഗമങ്ങളാണ് തന്ത്രങ്ങൾ. ഭഗവാൻ പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിൽ ലഭിച്ചിട്ടുള്ള സാധനാത്മകങ്ങളായ വിജ്ഞാനങ്ങളാണ് ആഗമം. ആഗതം പഞ്ചവക്ത്രാത്തു ഗതഞ്ച ഗിരിജാമുഖേ മതഞ്ച വാസുദേവസ്യ തസ്മാത് ആഗമ ഉച്യതേ. ഗുരുക്കന്മാരിൽ നിന്ന് മന്ത്രം ദീക്ഷാക്രമത്തിൽ സ്വീകരിച്ച് മന്ത്രം ജപിക്കുക. ആ മന്ത്രസിദ്ധിയിലൂടെ ഭുക്തിയും മുക്തിയും കൈവരിക്കുക. ഇതാണ് ചുരുക്കത്തിൽ താന്ത്രിക സമാരാധനയുടെ രഹസ്യം. മന്ത്രസിദ്ധന്മാരായ ഗുരുക്കന്മാരുണ്ടാവുക, അവർ മറ്റുള്ളവർക്ക് ഈ മന്ത്രോപാസന ഉപദേശിക്കുക, ആ ഉപദേശം സ്വീകരിച്ച് പുരസ്ചരണം ചെയ്ത് മന്ത്രസിദ്ധി വരുത്തുക. ഇതൊക്കെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടപ്പുള്ള കാര്യമല്ല. ഇത് മനസ്സിലാക്കിയ ആചാര്യന്മാർ ഏതൊരു സാധാരണക്കാരനും അതികഠിനങ്ങളായ താന്ത്രിക ചര്യകൾ നിർവഹിക്കുമ്പോൾ ലഭിക്കുന്ന നന്മകളെ അനായാസേന പ്രാപ്തമാക്കാൻ ഉപദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാപനം ചെയ്തിട്ടുള്ള സങ്കേതങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷതങ്ങളിൽ നിന്നും അവ നമ്മളെ ത്രാണനം ചെയ്യിക്കുന്നു. ക്ഷിയതേ പാതകം യേന തേനേതം ക്ഷേത്രമുച്യതേ. പാതകങ്ങളെ ക്ഷയിപ്പിക്കുന്നു, അതാണ് ക്ഷേത്രം. അല്ലെങ്കിൽ നന്മകൾ വിതച്ച് നല്ല ഐശ്വര്യങ്ങൾ കൊയ്തെടുക്കാവുന്ന കൃഷിഭൂമി. ക്ഷേത്രത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലോ. അതാണ് ക്ഷേത്രങ്ങൾ. പ്രത്യേകിച്ചും കേരള ക്ഷേത്രം താന്ത്രിക പദ്ധതി അനുസരിച്ച് സംവിധാനം ചെയ്തിട്ടുള്ള ഉപാസനാ കേന്ദ്രങ്ങളാണ്. ഈ താന്ത്രിക സാധനങ്ങളൊക്കെ ശരീരാധിഷ്ഠിതമായിട്ടാണ് നടക്കേണ്ടത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത. വിസ്തരിക്കാൻ സമയമില്ല എങ്കിലും ഒരു ക്ഷേത്രം ഒന്ന് ചിന്തിച്ചാൽ ഗർഭഗൃഹം, മുഖായാമം, അകത്തെ പ്രദക്ഷിണ വഴി, നമസ്കാരമണ്ഡപം, വലിയമ്പലം, വിളക്ക് മാടം, പുറത്തെ പ്രദക്ഷിണ വഴി, ബലിക്കപ്പുര, ധ്വജം, ഗോപുരം, ഇങ്ങനെയുള്ളൊരു നിർമ്മിതിയാണ്. ഇതെന്താപ്പം ഇങ്ങനെ നിർമ്മിക്കാൻ? ഇതിൻ്റെ പ്രസക്തി എന്താണ്? ഗുരുവായൂരമ്പലം കത്തിയിട്ട് പുനർനിർമ്മാണം ചെയ്യുമ്പോൾ ഒരു വിദ്വാൻ പത്രത്തിൽ എഴുതിയ നമസ്കാര മണ്ഡപം ഇല്ലാതിരുന്നെങ്കിൽ കുറേ ആൾക്കാർക്ക് അവിടെ നിന്ന് തൊഴാൻ കഴിയുമായിരുന്നു. നമസ്കാര മണ്ഡപം എന്താണെന്ന് അറിയാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ്. നമ്മുടെ തന്ത്രഗ്രന്ഥങ്ങളിൽ ഈ ഘടകങ്ങൾക്ക് ഓരോന്നിനും പ്രത്യേകം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. വിശ്വകർമ്മീയത്തിൽ പറയുന്നു, ഗർഭഗൃഹം ശിരപ്രോക്തം. ദേഹോ ദേവാലയ പ്രോക്ത. ദേഹം ദേവാലയമായി ഗണിച്ചാൽ അതിൻ്റെ ശിരസ്സാണ് ഗർഭഗൃഹം. കിരീടം ചൂടിയിട്ടുള്ള ഒരു മനുഷ്യ ശിരസ്സായിട്ട് തോന്നും. പിന്നെ മുഖായാമം എന്ന ഭാഗം, അന്തരാളം, മുഖമാണ്. സുഖാസനം ഗളം, നമസ്കാര മണ്ഡപം കഴുത്താണ്. അപ്പം അതില്ലെങ്കിൽ കഴുത്തില്ലാത്ത ശരീരം പോലെയാവും. വക്ഷസ്സാണ് വലിയ അമ്പലം. ഇനി ജഠരത്തിൻ്റെ സ്ഥാനമാണ് വിളക്കുമാടം. ധാരാളം വിളക്ക് ജ്വലിപ്പിക്കുന്നു. ഇനി പുറത്തെ മഹാമണ്ഡപം കുക്ഷിസ്യാത് പ്രാകാരം ജാനുജംഘയോഹോ. പുറത്തെ പ്രദക്ഷിണ വഴി കാൽമുട്ടുകളുടെ സ്ഥാനമാണ്. ഇനി ഗോപുരം ദേവപാദം സ്യാൽ. ഗോപുരം ക്ഷേത്രപുരുഷൻ്റെ പാദമാണ്. ദേഹത്തിലെ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, പഞ്ചകോശങ്ങൾ, അത് തന്നെയാണ് പഞ്ചപ്രാകാരങ്ങൾ. ഇവിടെ ഒരു ബിംബത്തിലാണ്, ഒരു വിഗ്രഹത്തിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശ്രീലകത്ത്. അപ്പോൾ ദേഹത്തിന് സമാനമായി ദേവാലയമുണ്ടാക്കി അവിടെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു. ഇതാണല്ലോ ക്ഷേത്രത്തിൻ്റെ ആരംഭം.
വിഗ്രഹം വിശേഷേണ ഒരു മന്ത്രചൈതന്യത്തെ ഗ്രഹിപ്പിച്ചിട്ടുള്ളത്. പ്രതിഷ്ഠാക്രിയ എന്ന് വെച്ചാൽ ഒരു വളരെ വിസ്തരിച്ച ക്രിയകളാണ്. ആദ്യം ഒരു യോഗ്യനായിരിക്കുന്ന ആചാര്യൻ വേണം. കണ്ടവനൊക്കെ മന്ത്രിയാകാം, കണ്ടവർക്കൊന്നും തന്ത്രിയാകാൻ പറ്റില്ല. വിപ്രകുലീന കൃതസംസ്ക്രിയൗഘ സ്വധീത വേദാഗമതത്വവേത്ത വർണ്ണാശ്രമാചാരപരോ അതിദീക്ഷോ ദക്ഷസ്തപസ്വി ഗുരുരാസ്തികോസ്തു. വിസ്തരിക്കുന്നില്ല, തന്ത്രിയുടെ ക്വാളിഫിക്കേഷനാണ് ഈ പറഞ്ഞത്. അപ്പം അങ്ങനെ യോഗ്യനായിരിക്കുന്നൊരു തന്ത്രി ദേവാലയത്തിന് യോഗ്യമായ ഭൂമിയിൽ അതിൻ്റെ പ്രാരംഭ സംസ്കാരങ്ങളെല്ലാം ചെയ്ത് ആചാര്യഭരണം കഴിഞ്ഞ് ഖനനാദിശുദ്ധികൾ ചെയ്ത് ഒരു ദേവാലയം പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് ആദ്യമായിട്ട് ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഷഡാധാര പ്രതിഷ്ഠ. നേരത്തെ പറഞ്ഞല്ലോ, ദേഹോ ദേവാലയ പ്രോക്ത. ദേഹം ദേവാലയമാണ്. അപ്പോൾ ദേഹത്തിൽ നമ്മളിൽ ആ ബ്രഹ്മചൈതന്യം നിലകൊള്ളുന്ന കേന്ദ്രങ്ങളാണ് ഈ ഷഡാധാരങ്ങൾ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ള പരമശിവൻ നമ്മളിൽ, നമ്മുടെ സഹസ്രാരത്തിൽ നിലകൊള്ളുന്നു. ആ ശിവശക്തി നേരെ താഴേക്ക് ഇറങ്ങി വന്ന് മൂലാധാരത്തിൽ എത്തി നിൽക്കുന്നു. സുഷുമ്നയിലൊരു ഏറ്റവും താഴെയുള്ള കേന്ദ്രമാണ്. ഇപ്പോൾ ഇത്രയ്ക്കേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ആ മൂലാധാരത്തിൽ സർപ്പാകാരത്തിൽ 3.5 ചുറ്റായി ഉറങ്ങിക്കിടക്കുന്ന ഈ ശക്തിയെ ഉണർത്തി ഉയർത്തി 6 ആധാരങ്ങളും ഭേദിച്ച് സഹസ്രാരത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയാണ് താന്ത്രികമായ മുക്തി അനുഭൂതി. നമ്മളിതൊക്കെ അറിയുന്നവരാണ്, അല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ടൊരു പാട്ട് പാടാറുണ്ട്. ആ ഏതർത്ഥത്തിലാണെന്നറിയില്ല. എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ദേഹത്തിലെ ശിവനാണ് സഹസ്രാരത്തിൽ പരമശിവനായിട്ട് നിലകൊള്ളുന്നത്. ആ ശിവനിൽ നിന്ന് ഇറങ്ങി വരുന്ന ശക്തിയാണ് കുണ്ടലിതമായി കിടക്കുന്നതുകൊണ്ട് കുണ്ടലിനി. അതിനെ ഉണർത്തുന്നതിനാണ് സാധനകൾ. അത് ഓരോ ആധാരങ്ങളെയും ഭേദിച്ചുകൊണ്ട് ശിവപദമേളനം നടത്തുമ്പോൾ നമുക്ക് ഭൗതികമായ ഐശ്വര്യങ്ങളും ആത്യന്തികമായി മുക്തിയും കൈവരുന്നു. ഇങ്ങനെ സാധാരണക്കാരനെ സാധകനാക്കി ഉയർത്താനുള്ളൊരു പദ്ധതിയാണ് ക്ഷേത്രാരാധന. അതിന് യോഗ്യനായ തന്ത്രിക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. നേരത്തെ പറഞ്ഞു, ഈ വിഗ്രഹം എന്ന് വെച്ചാൽ എന്താ? താന്ത്രിക പദ്ധതിയിൽ മുഖ്യമായിട്ടുള്ളത് മന്ത്രസാധനയാണ്. മന്ത്രം ജപിക്കുക. ഇപ്പം നമ്മൾ ചില മന്ത്രങ്ങളൊക്കെ ജപിക്കാറില്ലേ? ഓം നമോ നാരായണായ, ഓം നമ ശിവായ, ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ, അല്ലെങ്കിൽ ഐം ഹ്രീം ക്ലീം സൗ, ഇങ്ങനെയുള്ള ബീജമന്ത്രങ്ങൾ, നാമമന്ത്രങ്ങൾ. അതിരിക്കട്ടെ, ഈ മന്ത്രം ജപിക്കുമ്പോൾ ഈ ശക്തിയെ ഉണർത്താൻ സാധിക്കും. ഏതായാലും സാധാരണക്കാർക്ക് ദീക്ഷയും പുരസ്സരണം ഒന്നും സാധിക്കില്ല. അപ്പം അതുകൊണ്ടൊരു മന്ത്രം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പന്ദനങ്ങൾക്കൊരു ജോമെട്രിക്കൽ ഫോം കൊടുത്താൽ, ഒരു ക്ഷേത്രഗണിത രൂപം കൊടുത്താൽ, ബിന്ദു, ത്രികോണം, ഷൽക്കോണം, വൃത്തം, അഷ്ടതലം, ഇങ്ങനെയുള്ള വിവിധ രൂപങ്ങളുണ്ടാവും. 7.5 കോടി മന്ത്രങ്ങളുണ്ടെന്നാണ്. അപ്പോൾ അത്രയും ഈ താന്ത്രിക രൂപങ്ങൾ, യന്ത്രങ്ങളുണ്ടാവും. വിവിധ യന്ത്രങ്ങളെക്കുറിച്ച് കുറേ ഇപ്പോൾ ഇത് കച്ചവടമായിട്ടുണ്ടോയെന്നും കൂടി സംശയമുണ്ട് കേട്ടോ. വിവിധ യന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഒരു ഉദാഹരണത്തിന് ഒരു യന്ത്രത്തെക്കുറിച്ച് പറയാം. ശ്രീയന്ത്രം, ശ്രീചക്രം. ഒന്ന് ചിന്തിച്ചാൽ ബിന്ദു, ത്രികോണം, 8 കോണ്, 2 10 കോണ്, ഒരു 14 കോണ്, ഒരു അഷ്ടദളം, ഒരു 16 ദളം, 3 വൃത്തം, 3 ചതുരശ്രം.
ഇതാണ് ശ്രീചക്രം. ഇതിൽ ബിന്ദുവിനെ ബൈന്ദുവും ബ്രഹ്മരന്ധ്രമായിട്ടും അതുപോലെ ത്രികോണത്തെ മസ്തകമായിട്ടും അങ്ങനെ ഒരു മാനുഷിക കൽപ്പന ഒരു യന്ത്രത്തിന് കൊടുത്താൽ, ശ്രീയന്ത്രത്തിന് ഒരു മാനുഷിക കൽപ്പന കൊടുത്താൽ മനോഹരമായ ഒരു സ്ത്രീരൂപമായി തീരുമത്. നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ദേവിയെ ധ്യാനിക്കാറില്ലേ? സകുങ്കുമവിലേപനാം അളികചുംബികസ്തൂരികാം സമന്തഹസിതേ ക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. അപ്പോൾ ഓരോ മന്ത്രങ്ങൾക്കും ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രങ്ങൾക്കൊരു മാനുഷിക കൽപ്പന കൊടുത്താൽ അതാണ് അതിൻ്റെ ദേവതാരൂപം. ഈ ദേവതാരൂപങ്ങളെ 8 തരത്തിൽ നമുക്ക് സംജാതമാക്കാം. അതിൽ കൂടുതലുണ്ടാവാം. ശൈലി, ദാരുമയി, ലൗഹി, ലിഖ്യ, ലേപ്യ, സൈഗതി, മനോമയി, മണിമയി, പ്രതിമ, അഷ്ടവിധ സ്മൃത. 8 തരത്തിലുള്ള പ്രതീകങ്ങൾ. ശൈലി ശില കൊണ്ടുണ്ടാക്കാം, ദാരുമയി മരത്തിലുണ്ടാക്കാം, ലൗഹി ലോഹത്തിൽ, ഇങ്ങനെ 8 തരത്തിലുള്ള പ്രതീകങ്ങളുണ്ടാക്കി അതാ യന്ത്രത്തിൻ്റെ മാനുഷിക രൂപമാണ്. ദേഹത്തിന് സമാനമായ ദേവാലയം. അവിടെ ഈ ബിംബങ്ങളിൽ ചില ശുദ്ധികളൊക്കെ നടത്തി യോഗ്യനായിരിക്കുന്ന ആചാര്യൻ ഈ പ്രതിഷ്ഠയുടെ തലേന്നാൾ ചെയ്യുന്ന, അതിന് മുൻപുള്ള ക്രിയയൊക്കെ അങ്ങോട്ട് മറക്കുകയാണ് ഞാൻ, വളരെ ശ്രദ്ധാപുരസരം ചെയ്യുന്നൊരു പ്രക്രിയയുണ്ട്. അതാണ് ധ്യാനാധിവാസം. പ്രപഞ്ചത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യത്തെ മന്ത്രമയമാക്കി തീർത്ത് ഒരു ബിന്ദുവിലേക്ക് സമന്വയിക്കുന്ന, അതിനെ ജാഗ്രൽ, സ്വപ്ന, സുഷുപ്തിയുടെയും അപ്പുറത്തുള്ളതായിരിക്കുന്ന തുരീയാവസ്ഥയിലേക്ക് നയിച്ച് തന്ത്രി അവിടെ ഉറക്കമൊഴിച്ചിരുന്ന് മന്ത്രം ജപിക്കണം എന്നാണ്. ഇപ്പം നിങ്ങൾ തന്ത്രിമാരെയൊക്കെ നിരീക്ഷിച്ചോ ഉറക്കമൊഴിച്ചിരുന്നോന്നൊന്നും അന്വേഷിക്കാനൊന്നും നടക്കരുത്. ഏതായാലും പ്രതിഷ്ഠയുടെ തലേന്നാൾ നടക്കുന്നൊരു പ്രക്രിയ എന്ന് വെച്ചാൽ ശിലയെ ശങ്കരനാക്കി തീർക്കുന്ന ശം കരോതി ഇതി ശങ്കര. ഇങ്ങനെ ഒരു തുരീയാവസ്ഥയിൽ, ആനന്ദാവസ്ഥയിൽ നിന്ന് നേരെ തിരിച്ചു കൊണ്ടുവരിക, അതാണ് അധിവാസം വിടർത്തി ചെയ്യുന്ന പൂജ. അങ്ങനെ സുമുഹൂർത്തത്തിൽ ഇതുപോലെ പ്രാസാദം എന്ന് പറയുന്ന ദേഹോ ദേവാലയ, ആ പ്രാസാദത്തിൽ പ്രാസാദശുദ്ധി പരിഗ്രഹാദി പ്രാസാദശുദ്ധികളെല്ലാം കഴിഞ്ഞ് പീഠം പ്രതിഷ്ഠിക്കുന്നു. ഇവിടെ ഷഡാധാര പ്രതിഷ്ഠ എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ആധാരപ്രസ്തര കുംഭോ സപത്മകമഠത്രയെന്നാളോ നപുംസകശില പീഠം ചാധാരമേവ ഷട്ട്. ആദ്യമായിട്ടൊരു ചതുരാകൃതിയിലുള്ളൊരു ശിലയാണ് ഈ ശ്രീകോവിലിൻ്റെ താഴെ പ്രതിഷ്ഠിക്കുക. അത് മൂലാധാരത്തിൻ്റെ സ്ഥാനമാണ്. അതിൻ്റെ മുകളിൽ ധാന്യങ്ങളെ കൊണ്ടൊരു പീഠം, അതിനുപരി രത്നം നിറച്ചിട്ടുള്ളൊരു കുംഭം, അതിനുപരി താമരപ്പൂവിലിരിക്കുന്ന 1 3 ആമകൾ, അതിന് മുകളിലായിട്ട് ചെമ്പ് കൊണ്ടുള്ള ഒരു ശൂന്യമായ കുഴൽ, അതിൻ്റെ ഉപരിയായിട്ട് ചതുരാകൃതിയിലുള്ള ഒരു ശില. ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റില്ല. അത് ശ്രീകോവിലിന് താഴെ പോകും. ഈ ഷഡാധാരങ്ങളിൽ മൂലാധാരത്തിൻ്റെ സ്ഥാനമാണ് ചതുരാകൃതിയിലുള്ള ആധാരശില. ധാന്യപീഠം സ്വാധിഷ്ഠാനമാണ്. രത്നങ്ങൾ നിറച്ച കുംഭം നാഭിയുടെ സ്ഥാനത്തിലുള്ള മണിപൂരകമാണ്. അതുപോലെ അനാഹതം, താമരപ്പൂവ്, അവിടെ കൂർമ്മനാഡിയുടെ സ്ഥാനമാണ് അതിലിരിക്കുന്ന ആമ. കണ്ഠത്തിൻ്റെ സ്ഥാനമാണ് ശൂന്യമായ ചെമ്പുകുഴൽ, യോഗനാളം. അതിനുപരി ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൻ്റെ സ്ഥാനമാണ് നപുംസകശില. അതിന് മുകളിലാണ് സഹസ്രാരത്തിൻ്റെ സ്ഥാനത്ത് പീഠം. അതിൻ്റെ മധ്യബിന്ദുവിലാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. മന്ത്രമയമായ വിഗ്രഹത്തെ ചില വിശേഷ വാദ്യങ്ങളുടെ പാണി പോലുള്ള അനുഷ്ഠാനങ്ങൾക്ക് ശേഷം യോഗ്യനായിരിക്കുന്ന ആചാര്യൻ സുമുഹൂർത്തത്തിൽ ദേവാലയത്തിലേക്ക് ആനയിക്കുന്നു. സ്യാന്നീരാജനമഗ്രതക്കരകധാര അർഘ്യം വഹം ദേശിക ബിംബസ്വാപഘടൗ ഘടേശയജമാനൗ ചേതിയാനേ ക്രമ. ഒരു ക്രമമുണ്ട് അതിന്. ദ്വത്വാദ്വാര്യുപചാരദോർഘ്യമുപനീയന്യസ്യ ഭദ്രാസനേ പശ്ചാൽത്രി കരകോദകേന പരിഷിഞ്ചൽ ബിംബതൽ പീഠികെ. ഇത്
പ്രതിഷ്ഠയുടെ ഒരു ക്രിയ വെറുതെ എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഒരു പ്രത്യേക ശൈലിയിൽ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഗർഭഗൃഹത്തിലേക്ക് ബിംബം ആനയിച്ച് അതിൽ പരാവാഹന പോലുള്ള ആവാഹന ക്രിയകളിലൂടെ അതിലെ ആ മന്ത്രചൈതന്യത്തെ പൂർണ്ണമാക്കി തീർത്ത് സുമുഹൂർത്തത്തിൽ ആചാര്യൻ അത് പ്രതിഷ്ഠിക്കുന്നു തനിക്ക് ഉപദിഷ്ടമായ മന്ത്രങ്ങളെ കൊണ്ട്. ഇത് കഴിഞ്ഞ് ആചാര്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധാപുരസരമുള്ളൊരു പ്രക്രിയയാണ് ജീവാവാഹന. ഈ ജീവാവാഹനയും കലശാഭിഷേകവും, കലശം കലാഹ ശേതേ അസ്മിൻ ഇതി കലശം, ആ ദേവബിംബത്തിൽ മന്ത്രമയമാക്കി തീർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു താന്ത്രിക ചടങ്ങാണ് കലശം ആടുക എന്നുള്ളത്. അത് ചുരുക്കത്തിലും വിസ്തരിച്ചുമാവാം. അതിൽ ആ കലശത്തിൽ അഗ്നികല, സൂര്യകല, സോമകല, ബ്രഹ്മകല, വിഷ്ണുകല, രുദ്രകല, ശക്തികല, ശാന്തകല, നാദകല, ബിന്ദുകല, ഇങ്ങനെയുള്ള വിവിധ കലകളെയും തത്വങ്ങളെയൊക്കെ അതിൽ സമന്വയിച്ചിരിക്കും. കാരണം ക്ഷേത്രത്തിൽ വന്ന് തൊഴുതാൽ ദുഃഖശമനം ഉണ്ടാവണം, അഭീഷ്ടപ്രാപ്തി ഉണ്ടാകണം, ആത്മീയമായ അഭ്യുന്നതി ഉണ്ടാകണം. ഇതൊക്കെ പ്രതിഷ്ഠാകാലത്ത് ആചാര്യൻ ആ ബിംബത്തിൽ സമന്വയിച്ചിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ദേവപ്രതിഷ്ഠ എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ തന്ത്രിയുടെ പ്രതിഷ്ഠയും ജീവാവാഹനയും ആ പ്രാരംഭത്തിലെ പൂജയും കഴിഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ദേവനോട്. ലോകാനുഗ്രഹഹേത്വർത്ഥം സ്ഥിരോ ഭവസുഖായന സാന്നിധ്യം ഹി സദാ ദേവ പ്രത്യഹം പരിവർദ്ധയ മാ ഭൂൽ പ്രജാവിരോധോസ്മാത് യജമാനസമൃദ്ധ്യതാം പ്രധാനപുരുഷൗ യാവത് ചന്ദ്രാർക്കമേദിനി താവത്വമനയാ ശക്തിയ യുക്തോ അത്രൈവ സ്ഥിരോ ഭവ. അല്ലയോ ഭഗവാനെ, അങ്ങ് ലോകാനുഗ്രഹത്തിനായിട്ട് ഇവിടെ സ്ഥിരനായി ഭവിച്ചാലും എന്നാണ് തന്ത്രിയുടെ പ്രാർത്ഥന. അങ്ങനെ പ്രതിഷ്ഠയും ജീവാവാഹനയും കലശാഭിഷേകവും മഹാപൂജയും എല്ലാം കഴിഞ്ഞൊരു ക്ഷേത്രം എന്താണ്? സ്വർഗീയ മാധവജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിലെങ്ങും എള്ളിലെണ്ണ പോലെ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യ സ്രോതസ്സിനെ ഏതൊരു സാധാരണക്കാരൻ്റെയും അഭീഷ്ടപ്രാപ്തിക്കും ആത്മീയമായ അഭ്യുന്നതയ്ക്കും വേണ്ടി സംഭരിച്ചു വച്ചിട്ടുള്ള ഒരു ശക്തി കേന്ദ്രമാണ് ക്ഷേത്രം. ഇവിടെ സാധാരണക്കാരൻ മന്ത്രം ജപിക്കേണ്ട, മറ്റ് പുരസ്ചരണ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് നാമം ജപിച്ച് അല്ലെങ്കിൽ മന്ത്രം ജപിച്ച് പ്രസാദം വാങ്ങിയാൽ മാത്രം മതി. ഈ പ്രക്രിയ നിത്യേന നിയമേന തുടരുമ്പോൾ ക്ഷേത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മന്ത്രചൈതന്യം ഭക്തനിലേക്ക് വ്യാപിക്കുകയും, മാധവജി പറയുന്നത് ഒരു അനുരണന സിദ്ധാന്തമുണ്ട്, ഇന്നത്തെ ഫിസിക്സ് അംഗീകരിക്കുന്നതാണ്. ഒരു എയർ കണ്ടീഷൻ റൂമിൽ ഒരേ രീതിയിൽ സംവിധാനം ചെയ്തിട്ടുള്ള 2 വീണകൾ വെച്ച് അത് സർവഥാ സമാനായിരിക്കണം. അതിലൊരു വീണ മാത്രം മീട്ടിയാൽ മറ്റേ വീണയും അതേ ശബ്ദം പുറപ്പെടുവിക്കും. അതുപോലെ ഭക്തി കൊണ്ടും ശ്രദ്ധ കൊണ്ടും ക്ഷേത്രത്തിനോട് സമാനമായി തീർന്നിട്ടുള്ള ഒരു ഭക്തൻ ദേവാലയത്തിൽ നിയമേന ദർശനം നടത്തുമ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കുന്ന മന്ത്രചൈതന്യം അയാളിലേക്ക് വ്യാപിക്കുകയും അയാളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയുടെ ഒരു കോടിയിൽ അംശമെങ്കിലും പ്രബോധിപ്പിക്കാൻ അത് ക്ഷമമായി തീരുകയും ചെയ്താൽ ആ ഭക്തൻ്റെ അഭീഷ്ടങ്ങൾ സാധിക്കുന്നു, ആധ്യാത്മികമായി ഉയരുന്നു. സാധാരണക്കാരനെ സാധകനാക്കി മാറ്റുന്ന ഒരത്ഭുത കേന്ദ്രമാണ് ക്ഷേത്രം. അവിടെ ഈശ്വര ചൈതന്യം നിലനിൽക്കുന്നു. അവിടെ ധർമ്മസ്യ പ്രഭുരച്യുത, ധർമ്മത്തിൻ്റെ പ്രഭുവായ ആ ഈശ്വര സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഈശ്വര അനുഗ്രഹത്തിലൂടെ ധർമ്മനിഷ്ഠ കൈവരിക്കുകയും അതിലെ നിലനിർത്തുകയുമാണ് ക്ഷേത്രാരാധനയുടെ പൊരുൾ. ഇനി ഈ ക്ഷേത്രം ചൈതന്യവത്തായി തീരണമെങ്കിൽ 5 കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് അത് നടക്കുന്നത്. ആചാര്യ തപസ, ആമ്നായ ജപേന, നിയമേന, ഉത്സവേന, അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചഥ. ആചാര്യൻ്റെ തപശക്തി കൊണ്ട്
ആമ്നായ ജപേന വേദമന്ത്രങ്ങൾ ജപിച്ചിട്ടുള്ള അർച്ചനയും അഭിഷേകവും ഒക്കെ നടക്കുന്നതുകൊണ്ട് നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞു, ഇതിഹാസം പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. ക്ഷേത്രത്തിൽ പാരായണം ചെയ്യുന്ന ഇതിഹാസ പുരാണങ്ങൾ സാധാരണക്കാരൻ്റെയും കൂടി വേദമാണ്. നിയമേന നിത്യനിദാനങ്ങൾ പാലിക്കപ്പെടണം. അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര. ഒരു ശില ശങ്കരനായിത്തീരുന്നത് അർച്ചകൻ്റെ പ്രഭാവം കൊണ്ടാണ്. ഇനി ഉത്സവേന, ഉത്സവം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാർ ധരിക്കുക എന്താ, നാടകവും കലാപരിപാടിയും പിന്നെ എന്തൊക്കെയോ പോരാ ഈ വക ഭോഷ്കുകളൊക്കെ നടത്തിയാൽ അത് ഉത്സവമായി എന്നാണ്. അന്നദാനേന ഉത്സവം ചെന്ത സവകല്യാണ സംയുക്തം സർവജന്തു ഹിതാവഹം ഉദ്ഭൂതസ്തു സവോ യസ്മാത് തസ്മാത് ഉത്സവ ഉച്യതേ. സകല മംഗളങ്ങളെ കൊണ്ടും ഭരിതമായിട്ടുള്ള ചില താന്ത്രിക കർമ്മങ്ങളിലൂടെ ക്ഷേത്രപാത്രത്തിൽ സംഭവിക്കുന്ന ഒരു മന്ത്രചൈതന്യത്തിൻ്റെ ഗ്രാമത്തിലേക്കുള്ളൊരു പ്രവാഹമാണ്. അതുകൊണ്ടാണ് ഉത്സവത്തിൻ്റെ പ്രാരംഭമായിട്ട് കൊടി കയറുന്നത്, കുണ്ടലിനി ശക്തിയുടെ മേലോട്ടുള്ള പ്രയാണം. ആ ചൈതന്യത്തിനെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നിരവധി താന്ത്രിക ക്രിയകൾ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. ഇത് ഗ്രാമത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് പള്ളിവേട്ടയ്ക്ക്. അപ്പോൾ വന്യമൃഗങ്ങളെ അമ്പെയ്ത് കൊല്ലുന്നു എന്ന് വെച്ചാൽ കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങളൊക്കെ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി സംഹരിക്കും. അങ്ങനെ വന്നാൽ ഒരു അമൃതവർഷം ഉണ്ടാകും. അതാണ് ആറാട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉത്സവേന ഇനി അന്നദാനേന, എന്നും അന്നദാനം നടത്തുക. ഇങ്ങനെ ചൈതന്യപൂർണങ്ങളായ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുമ്പോൾ നാം അറിയാതെ നാം സാധകന്മാരായിട്ട് മാറുന്നു. അത് ദുഃഖശമനത്തിന് കാരണമായിത്തീരുന്നു. ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ധർമ്മച്യുതിക്ക് ഭഗവത് അനുഗ്രഹം കൊണ്ട് പരിഹാരമുണ്ടായി ധർമ്മവൃദ്ധി ഉണ്ടാകാൻ അത് കാരണമായിത്തീരുന്നു. അതുകൊണ്ടാണ് ആധുനികന്മാരായിട്ടുള്ള ആചാര്യന്മാരും ക്ഷേത്രത്തിനും ക്ഷേത്ര ആരാധനയ്ക്കും പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ക്ഷേത്ര സന്നിധിയിൽ ഒരു പുരാണയജ്ഞം നടക്കുമ്പോൾ നമ്മളൊരു സത്സംഗത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ആരാധനയിലൂടെ ധർമ്മവൃദ്ധി ഉണ്ടാകാൻ എല്ലാവരും പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അങ്ങനെ ആ ഭഗവത് അനുഗ്രഹം കൊണ്ട് ഇവിടം ധർമ്മത്തിൻ്റെ വിളനിലമായി വീണ്ടും പരിവർത്തനപ്പെടട്ടെ. പ്രത്യേകിച്ചും കുംഭമേള ഒരു കലശാഭിഷേകമാണത്, അമൃതവർഷമാണത് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് അത്യന്തം പ്രസക്തമാണ്. ഭഗവത് അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാ അശുഭങ്ങളും വിഘ്നങ്ങളും ഒക്കെ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതൈ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രം സത്രവേദിയിൽ നമ്മെ അനുഗ്രഹിച്ച ബ്രഹ്മശ്രീ കരുമാത്ര വിജയൻ തന്ത്രികൾ അദ്ദേഹത്തിന് മള്ളിയൂരിൻ്റെ ആദരവ് ഭാഗവത കഥാഗോകുലം ഇപ്പോൾ നൽകുന്നു. ആദരവേറ്റുവാങ്ങുവാൻ തന്ത്രി അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 104 ഭാഗവത ഹംസ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രവേദിയിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യാജി വേദിയിലേക്ക്. ഹരേ രാമ 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 ഹരേ ഹരേ.